രാഹുൽ മാങ്കൂട്ടം തകർത്താടുകയാണ്. അതും രാജീവ് ചന്ദ്രശേഖറിന്റെ ഏഷ്യാനെറ്റ് ന്യൂസിൽ ഇരുന്നു കൊണ്ടാണ് വിനു വി ജോൺ എന്ന അവതാരകനോട് അക്കമിട്ട് കാര്യങ്ങൾ നിരത്തി മലയാളികൾക്കുള്ളിൽ RSS അജണ്ടകളെ പൊളിച്ചു കാട്ടിയത്. ഗർഭിണിയുടെ അടിവയറ്റിൽ ശൂലം കുത്തിക്കേറ്റി അതേ ശൂലത്തിൽ ഭ്രൂണത്തെ കുത്തി നിർത്തിയ കാലം ഇതേ 21-ാം നൂറ്റാണ്ടിലെ 2022 എന്ന കഥ ഒരിക്കൽ കൂടി രാഹുൽ മാങ്കൂട്ടം പറയുമ്പോൾ രാഹുൽ ഈശ്വർ അടക്കമുള്ളവർ വാ പൊളിച്ചിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും BJP പ്ലാൻ നടപ്പിലാക്കാനായി കെട്ടിയിറക്കപ്പെട്ട രാജീവ് ചന്ദ്രശേഖറിന്റെ മാളത്തിൽ കയറി കൊത്തുകയായിരുന്നു കോൺഗ്രസിന്റെ ചുണക്കുട്ടൻ രാഹുൽ. ആ വീഡിയോ കാണാം. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തിന് 24 വെട്ട് വെട്ടി? ഒരു ചോരയും പൊടിയാതെ ഈ 24 വെട്ട് അവരെ കൊണ്ട് വെട്ടിക്കാൻ ആർക്ക് കഴിഞ്ഞു? ഇല അനങ്ങാതെ ആ മരം മുറിച്ചിടാൻ എങ്ങനെയാണ് ഇന്ത്യയിൽ കഴിയുന്നത്? ഈ ചോദ്യത്തിന് ഉത്തരവുണ്ടോ? ശ്രീ വിനു, അങ്ങ് ഈ സിനിമ കണ്ടിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സത്യത്തിൽ ഈ സിനിമയിലൂടെ സിനിമാ പ്രവർത്തകർ കേരളത്തിൽ മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രമേയം തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെന്താണ് പറയുന്നത്? കേരളത്തിൽ വലിയ തോതിൽ കേരളത്തിന്റെ സോഷ്യൽ ഫാബ്രിക്കിനെ തകർക്കുവാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമം സംഘപരിവാറിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ആ ബോധപൂർവമായ ശ്രമത്തെ പ്രതിരോധിക്കുവാൻ ഇവിടുത്തെ എക്സിസ്റ്റിംഗ് ഗവൺമെന്റിന് കഴിയുന്നില്ല. ഈ പ്രമേയമാണ് ആ സിനിമ മുന്നോട്ട് വയ്ക്കുന്നത്. ഞാനതൊരു രസം കൊല്ലിയാകുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഡെത്തിലേക്ക് പോകാത്തത്. പക്ഷേ അതിന്റെ സൊല്യൂഷൻ എന്താണെന്നും ഈ സിനിമ അവസാനിക്കുമ്പോൾ ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ സൊല്യൂഷനിലേക്ക് കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നത്തിന് പരിഹാരമാകും. അപ്പം ഇവരെന്താണോ ചർച്ച ചെയ്തത്, ആ ചർച്ച ചെയ്ത വിഷയങ്ങൾ കേരളത്തിന്റെ സോഷ്യൽ ഫാബ്രിക് അത് അണ്ടർ ഹ്യൂജ് ത്രെറ്റ്, അത് വലിയ വെല്ലുവിളിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഇവിടെ ഇന്നിപ്പോൾ ശ്രീ ആന്റണി പെരുമ്പാവൂരിന്റെ പത്രസമ്മേളനം നമ്മൾ കണ്ടു. ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത്, കേരളത്തിൽ കഴിഞ്ഞ 5 പതിറ്റാണ്ട് കാലമായിട്ട് മലയാളിയുടെ ഒരു അഹങ്കാരമായി മാറിയിരിക്കുന്ന, മലയാളത്തിന്റെ അംബാസഡറായി മാറിയിരിക്കുന്നത്. ഇപ്പം ശ്രീ മോഹൻലാൽ എന്ന് പറയുന്ന മഹാനടനെ ഇഷ്ടമുള്ളവരുണ്ട്, ഇഷ്ടമില്ലാത്തവരുണ്ട്. ശ്രീ മമ്മൂട്ടി എന്ന് പറയുന്ന മഹാനടന്റെ ആരാധകരുണ്ട്, ആരാധകരല്ലാത്തവരുണ്ട്. പക്ഷേ ഇവർ രണ്ടുപേരുടെ ആരാധകരായാലും അല്ലെങ്കിലും നമ്മൾ അംഗീകരിക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. പല വിയോജിപ്പുകളും ഉണ്ടായിരിക്കാം. പക്ഷേ അവർ കേരളത്തിന്റെ പൊതുവായ സ്വത്തുക്കളാണ്. കഴിഞ്ഞ ഒരു 5 പതിറ്റാണ്ട് കാലമായി കേരളത്തെ ലോകത്തിന് മുന്നിൽ അടയാളപ്പെടുത്തുന്ന 2 പ്രധാനപ്പെട്ട ബിംബങ്ങളാണ്. നമുക്ക് ഇഷ്ടമാണോ അല്ലയോ എന്നുള്ളത് വിഷയമല്ല. അങ്ങനെയുള്ളൊരു മഹാനടനെ കൊണ്ട് മാപ്പ് പറയിക്കുന്ന ഒരു പ്രശ്നം, മാപ്പ് പറയിക്കുന്ന ഒരു പശ്ചാത്തലം നമ്മുടെ നാട്ടിൽ രൂപപ്പെട്ടു വരുന്നു എന്നുള്ളത് വളരെ അപകടകരമാണ്. ശ്രീ വിനു, ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് കേരളത്തിന്റെ ചീഫ് സെക്രട്ടറിക്ക് നേരെ വർണ്ണ വെറിയോട് കൂടിയിട്ടുള്ള ഒരു കമന്റ് ഉണ്ടാകുന്നത്. അന്ന് ഞാൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. നമ്മൾ ആലോചിക്കുന്നത് കേരളത്തിന്റെ ചീഫ് സെക്രട്ടറിക്ക് എതിരായിട്ടുണ്ടായി എന്നല്ല, കേരളത്തിന്റെ ചീഫ് സെക്രട്ടറിക്ക് വരെ എതിരായി ഉണ്ടാകുന്ന സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട് എന്ന് പറയുന്ന പോലെ മറ്റേതെങ്കിലും ഒരു പുതിയ താരങ്ങളോ അല്ലെങ്കിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന താരങ്ങളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സാധാരണ മനുഷ്യനോ മാപ്പ് പറയുന്ന പോലെയല്ല, കേരളത്തിലെ ഏറ്റവും അധികം സ്വാധീന ശക്തിയുള്ള, ഏറ്റവും അധികം ആൾബലമുള്ള ഒരു മനുഷ്യന് വരെ മാപ്പ് പറയേണ്ടുന്ന തലത്തിലേക്ക് കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷം മാറി. ഇത് ഏത് നാടാണ് ശ്രീ വിനു? സന്ദേശ സിനിമ ഇപ്പോഴും നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നാടല്ലേ? എത്ര നിശിതമായ വിമർശനമാണ് സന്ദേശ സിനിമയിലൂടെ ഉണ്ടായിട്ടുള്ളത്? അങ്ങനെ ഉണ്ടായ ഒരു പശ്ചാത്തലത്തിൽ സന്ദേശ സിനിമയ്ക്കെതിരായിട്ട് എന്തെങ്കിലും ബോയ്ക്കോട്ട് ഉണ്ടായിട്ടുണ്ടോ? എത്രയോ സിനിമകൾ ആരെല്ലാം വിമർശിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ഇവിടെ ആ മഹാനടനെ കൊണ്ട് മാപ്പ് പറയിക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിന് 2 പേര് ഉത്തരവാദികളാണ്. ഒന്ന്, ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടി. ഓർഗനൈസർ എന്ന് പറയുന്ന RSSന്റെ മുഖപത്രം 3 മുഖപ്രസംഗങ്ങളുടെ ഈ സിനിമയ്ക്കെതിരായിട്ടും ശ്രീ മോഹൻലാലിനെതിരായിട്ടും മുഖപ്രസംഗം പറഞ്ഞു. മുഖപ്രസംഗം 3 എന്റെ ഓർമ്മയെങ്കിൽ 5. ഞാൻ പറഞ്ഞത് ലേഖനങ്ങളുടെ കാര്യമാണ്. മലയാളത്തിന്റെ ഒരു മഹാനടനെതിരായിട്ട് സംഘപരിവാർ ആസൂത്രിതമായി ഒരു നീക്കം നടത്തുമ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പം ശ്രീ വിനു ഇങ്ങനെ അക്രമം ഉണ്ടാകുമ്പോൾ ശ്രീ വിനുവിന് ചെയ്യാൻ കഴിയുന്ന കാര്യം എന്താണ്? അങ്ങേക്ക് സിനിമ കണ്ട് പ്രോത്സാഹിപ്പിക്കാം, അങ്ങേക്ക് ഒരു ചർച്ച നടത്താം. ഒരു പൊതുപ്രവർത്തകന് നിയമസഭാ സാമാജിക നിലയിൽ എനിക്ക് ചെയ്യാൻ കഴിയുന്നതാണ് ഈ സിനിമ കാണാം, സിനിമയ്ക്ക് ഐക്യദാർഢ്യം അർപ്പിക്കാം. ഒരു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് നിലയിൽ എന്ത് ഉത്തരവാദിത്തം ഞാൻ ചെയ്തു? പക്ഷേ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്തം നമ്മളെല്ലാവരെയും പോലെ ആ സിനിമ പോയി അൺകട്ട് വേർഷൻ പോയി കാണുക എന്നത് മാത്രമാണോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്തം? അതിനപ്പുറം ഈ വിഷം വമിപ്പിക്കുന്ന ചില കോണുകളെ അടക്കണ്ട, അതിനെ അമർച്ച ചെയ്യേണ്ട ഒരു ബാധ്യത കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കില്ലേ? ആ ബാധ്യത ചെയ്യാതെ ആ സിനിമ പോയി കണ്ടു, അൺകട്ട് വേർഷൻ ഞാനും കണ്ടേ എന്ന് പറഞ്ഞിട്ട് റീൽസ് ഇറക്കിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ശ്രീ വിനു? അതൊക്കെ തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. പ്രാധാന്യം എന്താണ്? ഒരു തരത്തിലുമുള്ള പരസ്യ പ്രതിഷേധങ്ങളില്ല. തോന്നലുണ്ടല്ലോ, ആ തോന്നലിന്റെ മണ്ണിന്റെ പേരാണ് മലയാളം. അതൊരു തർക്കവും വേണ്ട. ആ തോന്നൽ ഉണ്ടാകുന്ന മണ്ണിന്റെ പേരാണ് മലയാളം. അപ്പൊ അവിടെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. അതായത് അവർ ക്രൂരമായി ബലാത്സംഗത്തിനിരയായി 11 പേരാൽ. ആ 11 പേരിൽ ഒരാളുടെ പ്രശ്നം പരിഹരിച്ചിട്ട് തിരിച്ചു വരാം. അങ്ങോട്ട് പറയുന്നത് കേൾക്കുന്നില്ല എന്ന് തോന്നുന്നു എന്നാണ് അർത്ഥം. അച്ഛന്റെ ജ്യേഷ്ഠൻ എന്ന് വിളിക്കുന്ന ഒരാള് അന്നേരം BJP കാരനും RSS കാരനും അവർക്കിടയിലേക്ക് കുത്തി നിറച്ച വർഗീയത നിറഞ്ഞൊരു രാഷ്ട്രീയം, ആ രാഷ്ട്രീയ വിഷം കൊണ്ട് ഈ സാധു സ്ത്രീയെ, ഗർഭിണിയായിരുന്ന ഈ സാധു സ്ത്രീയെ ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയാണ്. ആ ക്രൂരമായി ബലാത്സംഗം ചെയ്യുന്ന സാഹചര്യത്തെ സിനിമയ്ക്കകത്ത് കാണിച്ചാലും ഇല്ലെങ്കിലും അത് യാഥാർത്ഥ്യമല്ലേ? അതിനകത്ത് പ്രതികളായ 11 പേർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ BJPയുടെ ഗവൺമെന്റ് ചെയ്തു കൊടുത്തു. അതിനകത്ത് ആ കമ്മീഷനകത്തുണ്ടായിരുന്ന 2 BJPയുടെ ലെജിസ്ലേച്ചേഴ്സ് ആ ബിൽക്കിസ് ബാനുവിനെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത 11 പേര് പുറത്തേക്ക് ഇറങ്ങി വരാൻ നല്ല സർട്ടിഫിക്കറ്റ് കൊടുത്തു. ഇതൊക്കെ യാഥാർത്ഥ്യമല്ലേ? ഇനി അങ്ങേക്ക് കേൾക്കാമല്ലോ അല്ലേ? ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ ഇതിനിടയ്ക്ക് പല ചോദ്യങ്ങളും ചോദിച്ചിരുന്നു. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ അത് കേട്ടില്ല. ചോദിച്ചിരുന്നത് സർക്കാർ ഇടപെടണം, മുഖ്യമന്ത്രി ഇടപെടണം എന്ന് പറഞ്ഞപ്പോഴാണ്. അതായത് ഒരു തരത്തിലുള്ള പരസ്യ പ്രതിഷേധവുമില്ല. സാധാരണ ഇത്തരം സിനിമകൾ വരുമ്പോൾ തിയേറ്ററിന് മുന്നിൽ പ്രതിഷേധം ഉണ്ടാകും, നടീനടന്മാരുടെ കോലം കത്തിക്കും, കല്ലേറുണ്ടാകും. ഇതൊന്നുമില്ല. ഇത്തരം പ്രതിഷേധങ്ങൾ ഒരു സർക്കാരിന് ഇടപെടാൻ കഴിയുന്ന തരത്തിലുള്ള ഒന്നുമില്ല.
അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു തുള്ളി ചോര പൊടിയാതെയാണ് ഈ ഓപ്പറേഷൻ നടന്നതെന്ന്. അല്ല ശ്രീ വിനു, അതായത് സമൂഹ മാധ്യമത്തിൽ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് മലയാളം പോലൊരു നാട്ടിൽ വാക്കത്തിയും കൊടുവാളുമായി കടന്നു വരാൻ കഴിയാത്തൊരിടത്തിൽ ഇപ്പൊ സംഘപരിവാറുകാരൻ വന്നുകൊണ്ടിരിക്കുന്നത് എന്താ? വേഷപ്രച്ഛന്നനായി പേരുകൾ മാറ്റി അപരനാമങ്ങളിലൂടെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയ ആണ്. ഏറ്റവും അധികം വിഷമിപ്പിക്കുന്നത് ഇപ്പം ശ്രീ മോഹൻലാൽ എന്ന് പറയുന്ന മലയാളത്തിന്റെ മഹാനടനെതിരായിട്ട് സമ്മർദ്ദം ഉണ്ടായത് എവിടെയാണ്? ഏറ്റവും അധികം സമ്മർദ്ദം ഉണ്ടായത് എവിടെയാണ്? ഞാൻ ചോദിച്ചോട്ടെ, അങ്ങ് ഒന്നും ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ യുവമോർച്ചയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഒരുത്തൻ അയാൾ വന്നിട്ട് പറയുകയാണ് ജോർദാനിൽ വെച്ച് പൃഥ്വിരാജിന് IS-മായി ബന്ധമുണ്ട്, അയാളെ തൂക്കിയെടുത്ത് ചോദ്യം ചെയ്യണ്ടേ? നിസ്സാരമായ ഒരു കാര്യമാണോ പറഞ്ഞത്? മലയാളത്തിൽ കഴിഞ്ഞ ഒരു 3 പതിറ്റാണ്ട് കാലമായി നമുക്ക് എല്ലാവർക്കും പരിചിതനായ പൃഥ്വിരാജിനെ പോലെ മലയാളത്തെ ലോക സിനിമയുടെ നെറുകയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, ആ തലത്തിൽ മലയാളത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന അഭിപ്രായങ്ങൾ പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ IS-മായി ഏത് സമയത്ത് കോവിഡ് മഹാമാരിയുടെ സമയത്ത് നാട്ടിലേക്ക് വരാൻ പറ്റുമോ എന്ന് ഉറപ്പില്ലാതെ ഒരു ചെറുപ്പക്കാരൻ ജീവന്റെ ഭയത്താൽ കുടുങ്ങിക്കിടന്നിരുന്ന കാലഘട്ടത്തിൽ IS-മായി ബന്ധപ്പെട്ടു എന്ന് യുവമോർച്ചയുടെ ഒരു ജനറൽ സെക്രട്ടറി അസംബന്ധം പറഞ്ഞു. തുപ്പൽ തെറിപ്പിക്കുന്ന പോലെ വിഷം തെറിപ്പിച്ചു. ആ തെറിപ്പിച്ച വിഷത്തിന്റെ പേരിൽ കേരളത്തിൽ എവിടെയെങ്കിലും ഒരു കേസ് എടുത്തിട്ടുണ്ടോ? അതിനകത്ത് പരാതിക്കാരനാണ് ശ്രീ വിനു. ഞാൻ കേരളത്തിന്റെ DGPക്ക് പരാതി കൊടുത്താണ്. ഇനി ഗവൺമെന്റിന് ആക്ട് ചെയ്യാൻ ഒരു കേസിന്റെ കുറവാണെങ്കിൽ ഞാൻ പരാതി കൊടുത്താണ്. എന്താ ഗവൺമെന്റ് ആ കേസിനകത്ത് ആക്ട് ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് സമൂഹ മാധ്യമത്തിലൂടെ മോഹൻലാൽ എന്ന് പറയുന്ന മഹാനടനെ ഇത്രയേറെ അധിക്ഷേപിച്ചപ്പോൾ അതിനെതിരായിട്ട് കമായുന്ന രക്ഷം പറയാത്തത്? സ്ത്രീവിരുദ്ധ പരാമർശം ഉണ്ടായില്ലേ? ഞാൻ അതുകൊണ്ടാണ് ബോധപൂർവ്വം തന്നെ ബിൽക്കിസ് ബാനുവിന്റെ വിഷയം പറഞ്ഞത്. ഗുജറാത്തിൽ ഇവർ ബിൽക്കിസ് ബാനുവിനെ പോലെ ഒരു സ്ത്രീയെ 11 പേർ ചേർന്ന് 4 മാസം ഗർഭിണിയായ സ്ത്രീയെ ബലാത്സംഗം ചെയ്യുന്നു. അങ്ങേക്ക് ഓർമ്മയുണ്ടാകും, ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് നമ്മൾ നിരന്തരമായി ആവർത്തിച്ചിരുന്ന ഒരു സംഭവമുണ്ട്. എന്താണ്? ഗർഭിണിയായ ഒരു സ്ത്രീയുടെ വയറ്റിലേക്ക് ശൂലം കുത്തിയിറക്കി ഭ്രൂണം കുത്തി നിർത്തി എന്ന് പറയുന്ന വാർത്ത. ആ വാർത്ത കൗസർ ബാനു എന്ന് പറയുന്ന സ്ത്രീയാണ്. അവർ കൊല്ലപ്പെട്ടു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇന്ന് അങ്ങിപ്പോൾ സിനിമയൊക്കെ കട്ട് ചെയ്യുന്നതിനെ പറ്റി പറയുന്നുണ്ടല്ലോ. അങ്ങിപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങയുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ വെച്ചിട്ട് കൗസർ ബാനു എന്ന് പറയുന്ന പേരൊന്ന് സെർച്ച് ചെയ്ത് നോക്കൂ. നിങ്ങൾ ഗുജറാത്ത് കലാപകാലത്ത് ഗർഭിണിയുടെ നിറവയറ്റിലേക്ക് ശൂലം കുത്തിയിറക്കി ഭ്രൂണം കുത്തി നിർത്തിയതിനെ പറ്റിയിട്ട് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കൂ. സെർച്ച് റിസൾട്ട് നോട്ട് ഫൗണ്ട് എന്നാണ് കാണിക്കുന്നത്. കാരണം എന്താ? കൗസർ ബാനു ഇല്ലാത്തതുകൊണ്ടല്ല, കൗസർ ബാനുവിന്റെ ചരിത്രം ഈ രാജ്യത്ത് സംഭവിച്ചിട്ടില്ലാത്തതുകൊണ്ടല്ല, മായ്ച്ചു കളഞ്ഞു ശ്രീ വിനു. ഇനിയും ഈ സംഘപരിവാർ ഭരണം ഒരു 10 കൊല്ലം ആവർത്തിക്കപ്പെടില്ല. ആവർത്തിച്ചാൽ ഗാന്ധിയെ കൊന്നത് RSS ആണ് എന്നുള്ള ചരിത്രം ഇവർ മായ്ച്ചു കളയും. ഗുജറാത്തിൽ ഒരു പാഠപുസ്തകത്തിൽ നമ്മളെപ്പോഴും പറയാറുണ്ടല്ലോ, തമാശയായിട്ടൊക്കെ പറയാറുണ്ട്, എന്താണ് ഈ സംഘപരിവാർക്കാർ മണ്ടന്മാരാണോ? ഇവർ ഗുജറാത്തിൽ ഒരു പാഠപുസ്തകത്തിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പുസ്തകത്തിൽ ഗാന്ധിജി എങ്ങനെയാണ് അപകടത്തിൽ കൊല്ലപ്പെട്ടതെന്ന് ചോദിച്ചിരിക്കുന്നു. ഇതെന്തൊരു തമാശയാണ്, രാജ്യത്തിന് അറിയില്ലെന്ന് ചോദിക്കും. ഇപ്പൊ അവരൊരു ചോദ്യ പേപ്പർ ഉൾപ്പെടുത്തി. നിങ്ങൾ നോക്കിക്കോളൂ, ഒരു 5 കൊല്ലം കഴിയുമ്പോൾ ഈ രാജ്യത്ത് നമ്മൾ ഇന്റർനെറ്റിലൂടെ സെർച്ച് ചെയ്യാൻ ശ്രമിച്ചാൽ, ഈ രാജ്യത്ത് ഏത് സെർച്ച് എഞ്ചിൻ വെച്ച് നമ്മൾ സെർച്ച് ചെയ്യാൻ നോക്കിയാലും ഗാന്ധിയെ കൊന്നത് RSS ആണെന്നുള്ള ചരിത്രം ഇവർ മായ്ക്കാൻ ശ്രമിച്ചാൽ മായ്ച്ചു കളയപ്പെടും. ഞാൻ പറഞ്ഞത് കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന യുവനടനും സംവിധായകനും നിർമ്മാതാവുമൊക്കെയായ പൃഥ്വിരാജ് സുകുമാരൻ. ആ പൃഥ്വിരാജ് സുകുമാരന്റെ ഭാര്യ സുപ്രിയയെ പറ്റിയിട്ട് എന്താണ് BJP ഉത്തരവാദിത്തപ്പെട്ട നേതാവ് പറഞ്ഞത്? മരുമകളെ അമ്മായിയമ്മ മല്ലിക സുകുമാരനോട് പറയുകയാണ് നിങ്ങൾ അടക്കിയിരുത്തണം. അപ്പൊ എന്താണ് BJP-ക്കാരുടെ വ്യത്യസ്തമായ പാർട്ടിയുടെ കേരളത്തിലെ വ്യത്യസ്തമായ പാർട്ടിയുടെ വ്യത്യസ്തമായ ഒരു സ്വരമാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ. അതാണ് ഈ ഗോപാലകൃഷ്ണനിലൂടെ പുറത്തു വന്നത്. ഈ മാപ്പ് പറയുക, ഖേദം പ്രകടിപ്പിക്കുക എന്നതിലൊക്കെ പുതിയ വ്യാഖ്യാനം നൽകിയ മഹാൻ കൂടിയാണല്ലോ അദ്ദേഹം.